ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും അതുപോലെ തന്നെ പൊറോട്ടക്കും പൂരിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി എങ്ങനെയെന്ന് കാണാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഈ അരപ്പൊക്കെ ഇതിന് നന്നായിട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഒരു 1/2 മണിക്കൂർ ഇവനെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. പിന്നീട് സ്റ്റൗവിലേക്ക് കടായി വെച്ച് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ചിക്കനെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട, ഒന്ന് നന്നായിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് നന്നായി കുക്ക് ചെയ്ത് വരുന്നവരെ മാത്രം ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇതുവരെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ എന്തായിന്ന് കാണാം. അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേനും നമ്മൾ ഇതിനെ ഒന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുക. പിന്നെ അതേ കടായിൽ തന്നെ നമ്മൾ അതേ എണ്ണയിൽ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. അതിലേക്ക് 2 പച്ചമുളകും അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതിനെ ഒന്ന് നന്നായിട്ട് ഇതിന്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി, ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി നല്ല സ്മെല്ലങ്ങ് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് 2 സവോള കട്ട് ചെയ്തതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിനെ ഒന്ന് നന്നായിട്ട് ഇതിനകത്ത് നിന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ സവോള ഒന്ന് ഇടയ്ക്ക് ഇതുപോലെ അടച്ചു വെച്ചാലും നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്നു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ സവോളയൊക്കെ ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും, 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ അതിനെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നീട് മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തത്. അപ്പം തക്കാളിയും നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നവരെ നമ്മൾ ഇതിനെ ഒന്ന് ഇടയ്ക്ക് അടച്ചു വെച്ച് ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്നുകൂടി അടച്ചു വെച്ച് നന്നായിട്ട് നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അപ്പം എന്താ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായി കുക്ക് ചെയ്തായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ സവോളയും അതുപോലെ തന്നെ തക്കാളി അരപ്പൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച ചിക്കനും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ആ മസാലയും ചിക്കനും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുറച്ച് സമയം ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി വെച്ച് കൊടുത്ത് നമ്മൾ ഇതിനെ ഒന്ന് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു കുറച്ച് 10 മിനിറ്റ് സമയം നമ്മളിതിനെ ഇങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്കായി എടുക്കുക. അപ്പം നമ്മൾ ആ എണ്ണയൊക്കെ ഇങ്ങനെ നന്നായി തെളിഞ്ഞു വരുന്ന സമയത്തേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം ഒരു 1/2 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട്, അപ്പം നിങ്ങൾക്കൊക്കെ ലൂസിനനുസരിച്ചിട്ട് എത്രത്തോളം ലൂസ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മളിതിനെ ഒന്ന് തിളച്ചതിന് ശേഷം അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി പിന്നീട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട. അങ്ങനെ അടച്ചു വെച്ച് കുക്ക് ചെയ്ത് എടുക്കുക. അപ്പം നമ്മളെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടിയാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഒന്നും കൂടി കുറുക്കിയെടുക്കുക. പിന്നീട് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ, ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ വരാം.